ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സിമ്പിൾ ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ യൂസിങ് RMI. അതിൽ നമുക്ക് 6 സ്റ്റെപ്സ് ആണ് ഒരു RMI സർവീസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് വരുന്നത്. ഫസ്റ്റ്, എൻ്റർ ആൻഡ് കമ്പൈൽ ദ സോഴ്സ് കോഡ്. ഓഫ് കോഴ്സ് അത് നമുക്കറിയാവുന്നതാണ്. നമുക്ക് എന്താണോ ഫംഗ്ഷൻസ് വേണ്ടത് അതിൻ്റെ ഒരു സോഴ്സ് കോഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ആ സോഴ്സ് കോഡിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള സ്റ്റെപ്പ് ആൻഡ് സ്കെലിറ്റൺ ജനറേറ്റ് ചെയ്തിരിക്കണം. സ്റ്റെപ്പ് ആൻഡ് സ്കെലിറ്റൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അത് RMI കമ്പൈലർ യൂസ് ചെയ്ത് കമ്പൈൽ ചെയ്യുമ്പോൾ നമ്മുടെ സോഴ്സ് കോഡിൽ ഒരു ഇൻ്റർഫേസ്, റിമോട്ട് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻ്റർഫേസ് RMI കമ്പൈലർ യൂസ് ചെയ്ത് കമ്പൈൽ ചെയ്യുമ്പോൾ നമുക്ക് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സോഴ്സ് ഫയലാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻസ്റ്റാൾ ഫയൽസ് ഓൺ ദ ക്ലയൻറ്റ് ആൻഡ് സെർവർ മെഷീൻസ്. നമുക്ക് ആവശ്യമുള്ള ക്ലയൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ സോഴ്സ് കോഡ് ഫയൽസ് ക്ലയൻറ്റിലും സർവർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സ് കോഡ് ഫയൽസ് സെർവറിലും ഇൻസ്റ്റാൾ ചെയ്യുക. നെക്സ്റ്റ്, RMI രജിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ദ RMI രജിസ്ട്രി ഓൺ ദ സെർവർ മെഷീൻ. സെർവർ മെഷീനിൽ RMI രജിസ്ട്രിയിൽ ആണ് നമ്മൾ അതിൻ്റെ റിമോട്ട് ഒബ്ജക്റ്റ് റെഫറൻസിന് വേണ്ടി നമ്മളുടെ ക്ലയൻറ്റ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നെയിമിംഗ് സർവീസ് നമുക്ക് പ്രൊവൈഡഡ് ആയിരിക്കാൻ വേണ്ടി നമ്മൾ സെർവർ മെഷീനിൽ RMI രജിസ്ട്രി സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ്, സ്റ്റാർട്ട് ദ സെർവർ. സെർവർ സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി RMI രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത നമ്മളുടെ റിമോട്ട് ഒബ്ജക്റ്റ് റിക്വസ്റ്റിനെ റിസീവ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കും. ഇനി നെക്സ്റ്റ്, സ്റ്റാർട്ട് ദ ക്ലയൻറ്റ്. ക്ലയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഒരു റിമോട്ട് ഒബ്ജക്റ്റിനുള്ള റിക്വസ്റ്റ് പാസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നതോടുകൂടി ഒരു റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യും. അത് RMI രജിസ്ട്രിയിൽ നമ്മളുടെ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള റെഫറൻസ് ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് പ്ലേസ് ചെയ്യും. അപ്പോൾ സെർവർ ഓൾറെഡി അവിടെ രജിസ്റ്റർ ചെയ്ത് വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിൽക്കുകയായിരിക്കും. അപ്പോൾ ആ ഒരു സെർവർ ആ ഒരു റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും നമുക്ക് നമ്മുടെ സർവീസിന് ആവശ്യമായിട്ടുള്ള റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ സർവീസ് അല്ലെങ്കിൽ ഒരു റിമോട്ട് ഒബ്ജക്റ്റ് റെഫറൻസ് റിട്ടേൺ കിട്ടുകയും ചെയ്യും. ഇത്രയാണ് ഇതിൽ നമുക്ക് മെയിനായിട്ടും 4 ടൈപ്പ് സോഴ്സ് ഫയൽസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് ആണ്, ഓരോ സ്റ്റെപ്പിൻ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. എൻ്റർ ആൻഡ് കമ്പൈൽ ദ സോഴ്സ് കോഡ്. ഇതിൽ നമുക്ക് മെയിനായിട്ടും 4 സോഴ്സ് ഫയൽസ് ആണ് ആവശ്യമായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ഫയൽ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് ആഡ് സെർവർ ഇൻ്റർഫേസ് .java. നമുക്ക് സെർവറിലൊരു ഇൻ്റർഫേസ് നമ്മൾ ആഡ് ചെയ്യാനുള്ള ഒരു A+B ആഡ് ചെയ്യാനുള്ള സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പേരാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അത് സെർവർ സൈഡ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെർവർ എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. ഇൻ്റർഫേസ് ആണ്, അതിനെ സ്പെസിഫിക് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർഫേസിൻ്റെ ഒരു പ്രിഫിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആഡ് സെർവർ ഇൻ്റർഫേസ് .java എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സോഴ്സ് ഫയൽ. ഇതിലാണ് നമ്മൾ റിമോട്ട് ഇൻ്റർഫേസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ജാവയിലെ ഇൻ്റർഫേസസ് എന്താണ്, അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇൻ്റർഫേസിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും റെഫർ ചെയ്യാനും സാധിക്കും. അതിന് നമ്മൾ വേറെ എവിടെയെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം അതിലുള്ള മെത്തേഡിനെ യൂസ് ചെയ്യുന്നതിന് മുമ്പ്. അതിൽ ഫൈനൽ സ്റ്റാറ്റിക് വേരിയബിൾസും അതുപോലെ മെത്തേഡ് പ്രോട്ടോടൈപ്സും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇൻ്റർഫേസിൻ്റെ ഒരു നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇൻ്റർഫേസ് നമ്മൾ ആഡ് സെർവറിൽ പ്ലേസ് ചെയ്യാനുള്ള റിമോട്ട് റെഫറൻസിന് ആവശ്യമായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമ്മൾ ആഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ട ആ ഒരു മെത്തേഡിൻ്റെ പ്രോട്ടോടൈപ്പ് മാത്രം കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമ്മളിവിടെ ഈ പേരിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫസ്റ്റ് സോഴ്സ് ഫയൽ എന്ന് പറയുന്നത്. ഈ ഒരു ഫയലിലുള്ളത് ഒരു A+B 2 ഡബിൾ നമ്പേഴ്സിനെ, ഡബിൾ ആർഗ്യുമെൻറ്റ്സിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിൻ്റെ പ്രോട്ടോടൈപ്പ്, അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഡബിൾ ആയിരിക്കും. ഇത് മാത്രമാണ് അതിൻ്റെ സമ്മ് കണ്ട് അതിനെ റിട്ടേൺ ചെയ്യുന്നൊരു മെത്തേഡിൻ്റെ പ്രോട്ടോടൈപ്പ് മാത്രമാണ് നമ്മളുടെ ഒരു ഇൻ്റർഫേസിൽ ഉണ്ടായിരിക്കുക. ഇനി ഒരു റിമോട്ട് ഇൻ്റർഫേസ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു ഇൻ്റർഫേസ് ആയതുകൊണ്ട് തന്നെ അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ JVM സിസ്റ്റത്തിന് അതിന് ഇത് റിമോട്ട് ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാനുള്ള ഇൻ്റർഫേസ് ആണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റിമോട്ട് എന്നുള്ള ഒരു ഇൻ്റർഫേസ് നമ്മളുടെ ഈ ഒരു ആഡ് സെർവർ ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഫയൽ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കണം.
ഈ റിമോട്ട് എന്ന് പറയുന്ന ഇൻ്റർഫേസ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഈ ഒരു java.rmi.star എന്നുള്ള ലൈബ്രറി ഫയലിലാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് നമ്മളുടെ ഫസ്റ്റ് സോഴ്സ് ഫയൽ ആഡ് സെർവർ ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഇൻ്റർഫേസ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കണം. ഈ റിമോട്ട് എന്ന് പറയുന്നതിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഒരു ഫംഗ്ഷനും ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമുക്ക് റീയൂസബിൾ ആയിട്ട് വെച്ചിട്ടൊന്നുമില്ല. സിമ്പിളായിട്ട് അത് നമുക്ക് അതൊരു റിമോട്ട് ഒബ്ജക്റ്റിൻ്റെ ഇൻ്റർഫേസ് ആണ് എന്നറിയാൻ വേണ്ടി മാത്രം എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്. ആ റിമോട്ട് മെത്തേഡ് ക്യാൻ ത്രോ ദ റിമോട്ട് എക്സെപ്ഷൻ. ഇനി നമ്മളുടെ ഈ ഒരു ആഡ് സെർവർ ഇൻ്റർഫേസിൽ നമ്മളുടെ ആഡ് എന്ന് പറയുന്ന മെത്തേഡ് അല്ലെങ്കിൽ ഏതൊരു റിമോട്ട് മെത്തേഡും ത്രോ ചെയ്യാൻ സാധ്യതയുള്ള ഒരു എക്സെപ്ഷനാണ് റിമോട്ട് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ത്രോ ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു സിൻടാക്സും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. നമുക്കറിയാം ട്രൈ ക്യാച്ച് നമ്മുടെ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൽ പറയുന്ന ഒരു കീവേഡാണ്. ത്രോസ് എന്തിനാണെന്നുള്ളതൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആഡ് സെർവർ ഇൻ്റർഫേസ് .java എന്നുള്ള ഫയലിൽ ലൈൻ ബൈ ലൈൻ കോഡ്സ് ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇമ്പോർട്ട് java.rmi.star പബ്ലിക് ഇൻ്റർഫേസ് ആഡ് സെർവർ ഇൻ്റർഫേസ് എക്സ്റ്റെൻസ് റിമോട്ട് എന്തിനാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡബിൾ ആഡ് $1 $2 ത്രോസ് റിമോട്ട് എക്സെപ്ഷൻ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ആഡ് സെർവർ ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഇൻ്റർഫേസിൽ ഉള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ക്ലയൻറ്റ് റിക്വസ്റ്റ് ഫസ്റ്റ് വരുന്നത് സ്റ്റെബാണ് സ്കെലിട്ടണ് അതിൻ്റെ റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത് ത്രൂ RR ലെയർ. ഇനി ആ ഒരു സ്കെലിട്ടൺ സൈഡിൽ നിൽക്കുന്ന ഒരു ഇൻ്റർഫേസ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് റിക്വസ്റ്റ് വരുമ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രോട്ടോടൈപ്പ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിന് എന്തായാലും ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ റിമോട്ട് ഒബ്ജക്റ്റിന് നമ്മൾ മസ്റ്റായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം മറ്റൊരു ജാവ ഫയലിൽ. ആ ഒരു ജാവ ഫയലാണ് നമ്മൾ നെക്സ്റ്റ് സോഴ്സ് ഫയൽ എന്ന് പറയുന്നത്. സെക്കൻഡ് സോഴ്സ് ഫയൽ ആഡ് സെർവർ ഇംപ്ലിമെൻറ്റേഷൻ .java. ആഡ് സെർവറിൻ്റെ ഇൻ്റർഫേസ് ആണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇതതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഇതിൻ്റെ ഒരു സിൻടാക്സ് പറയുകയാണെങ്കിൽ ദാറ്റ് ഇംപ്ലിമെൻറ്റ്സ് ദ റിമോട്ട് ഇൻ്റർഫേസ്. നമ്മളുടെ ആഡ് സെർവർ ഇൻ്റർഫേസ് .java എന്നുള്ള ഇൻ്റർഫേസിനെ നമ്മളിവിടെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ ഈ ഒരു റിമോട്ട് ഒബ്ജക്റ്റിൻ്റെ ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഫയൽ ജാവ ഫയൽ യുണീക്കാസ്റ്റ് റിമോട്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഫയലിനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കണം. ഒരു ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കണം. വിച്ച് പ്രൊവൈഡ് ദ ഫങ്ഷനാലിറ്റി ദാറ്റ് ഈസ് നീഡഡ് ടു മേക്ക് ഒബ്ജക്ട്സ് അവൈലബിൾ ഫ്രം റിമോട്ട് മെഷീൻസ്. റിമോട്ട് മെഷീൻസിലുള്ള അതിന് സ്പെസിഫിക് ആയിട്ടുള്ള റിമോട്ട് മെഷീൻസിലുള്ള റിമോട്ട് ഒബ്ജക്ട്സിനെ അവൈലബിൾ ആക്കാനുള്ള എല്ലാ ഫങ്ഷനാലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് യുണീക്കാസ്റ്റ് റിമോട്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ മസ്റ്റായിട്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ റിമോട്ട് ഒബ്ജക്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഫയൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ഇത് നമ്മളുടെ ഓഫ് കോഴ്സ് അത് റിമോട്ട് ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. നമ്മുടെ ഇവിടുത്തെ കേസിൽ ഇംപ്ലിമെൻറ്റ്സ് ആഡ് സെർവർ ഇൻ്റർഫേസ്, അതുപോലെ ഇറ്റ് മസ്റ്റ് എക്സ്റ്റെൻഡ് യുണീക്കാസ്റ്റ് റിമോട്ട് ഒബ്ജക്റ്റ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ഇതിൽ ഒരു ഫങ്ഷൻ്റെ നമ്മളുടെ ഡബിൾ ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിമോട്ട് RMI സർവീസസിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ത്രോ ചെയ്യാൻ സാധ്യതയുള്ള ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് റിമോട്ട് എക്സെപ്ഷനാണ്. റിമോട്ട് എക്സെപ്ഷൻ ആണെന്നുള്ളത് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ട്രൈയും ക്യാച്ചും ഒന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡിനെ ആരെവിടെ യൂസ് ചെയ്യുന്നോ അവർ അതിനുള്ള ട്രൈയും ക്യാച്ചും ആ ഒരു എക്സെപ്ഷനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള അതിനെല്ലാ ഫോർമാലിറ്റീസും അവിടെ ചെയ്തിരിക്കണം. ഇപ്പോൾ നമ്മുടെ രണ്ട് സോഴ്സ് ഫയലിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് നമ്മുടെ ഒരു ഇൻ്റർഫേസ് ആണ്, റിമോട്ട് ഒബ്ജക്റ്റിൻ്റെ ഇൻ്റർഫേസ് ആണ്, അതിൻ്റെ റെഫറൻസ് നമുക്ക് തരുന്ന ഒരു ഇൻ്റർഫേസ് ആണ്. അതുപോലെ ആ ഒരു ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ജാവ ഫയലും. ഇങ്ങനെ രണ്ട് സോഴ്സ് ഫയൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി തേർഡ് സോഴ്സ് ഫയൽ എന്ന് പറയുന്നത് ഈ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ രണ്ട് സോഴ്സ് ഫയലും നമുക്ക് സെർവറിൽ പ്ലേസ് ചെയ്യാനുള്ളതാണ്. അതുപോലെ ഈ തേർഡ് സോഴ്സ് ഫയൽ എന്ന് പറയുന്നത്
നമ്മളുടെ ഈ ഒരു റിമോട്ട് ഒബ്ജക്റ്റ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ഇൻ്റർഫേസ്, ആ ഒരു ഇൻ്റർഫേസിന് നമുക്ക് നെയിമിംഗ് രജിസ്ട്രിയിൽ ബൈൻഡ് ചെയ്ത് ഒരു റിമോട്ട് ക്ലയൻറ്റിന് അതിനെ റിക്വസ്റ്റിംഗ് പോസിബിൾ ആവുന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്ത് വെയിറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് അതിനെ രജിസ്റ്റർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഴ്സ് ഫയലാണ് നെക്സ്റ്റ് കാണിക്കുന്നത്. തേർഡ് സോഴ്സ് ഫയൽ ആഡ് സെർവർ ഡോട്ട് ജാവ എന്നാണ് നമ്മളതിന് പേര് കൊടുത്തിട്ടുള്ളത്. കണ്ടെയ്ൻസ് ദ മെയിൻ പ്രോഗ്രാം ഫോർ ദ സെർവർ മെഷീൻ. അപ്പോൾ സെർവർ റൺ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒരു സ്റ്റെപ്പ് കണ്ടതാണ്. അപ്പം നമ്മളുടെ 5th സ്റ്റെപ്പായിട്ട് നമ്മൾ പറഞ്ഞു റൺ ദ സെർവർ. ആ ഒരു റൺ ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു സോഴ്സ് ഫയലാണ്. അപ്പോൾ നെയിമിംഗ് രജിസ്ട്രിയിൽ നമ്മളുടെ ഇൻ്റർഫേസിനെ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ its primary function is to update the RMI registry on that machine. This is done by using the rebind method of the naming class found in the java.rmi. That method associates a name with an object reference. 2 arguments to the rebind method. First is the string that names the server as add server. Second argument is the reference to an instance of add server implement. So നമ്മളുടെ റീബൈൻഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ RMI രജിസ്ട്രിയിൽ ഈ ഒരു റിമോട്ട് റെഫറൻസ് ഇൻ്റർഫേസിനെ നമ്മളതിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ മെത്തേഡ്സിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാനുണ്ട്. ഇനി ഈ ഒരു റീബൈൻഡ് മെത്തേഡിന് 2 പാരാമീറ്റേഴ്സാണുള്ളത്. അത് നമ്മളുടെ ഈ ഒരു റെഫറൻസിന് നമ്മൾ കൊടുക്കുന്ന ഒരു നെയിമാണ് ആഡ് സെർവർ എന്ന് പറയുന്നത്. അതുപോലെ അത് ഏതിൻ്റെ ഇൻ്റർഫേസ് ആണ് അല്ലെങ്കിൽ ഏതിൻ്റെ റെഫറൻസ് ആണ് നമുക്ക് തരുന്നത്, അതിൻ്റെ ടൈപ്പ് ആഡ് സെർവർ ഇംപ്ലിമെൻറ്റേഷൻ, ആ ഒരു ഇൻ്റർഫേസിൻ്റെ റെഫറൻസ് ആണ് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടേണ്ടത്. അതിന് നമ്മളൊരു പേര് ആഡ് സെർവർ എന്ന് പറഞ്ഞ പേര് കൊടുത്തിരിക്കുന്നു. ഇത്രയാണ് ഇതിലുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം എങ്ങനെയാണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇമ്പോർട്ട് java.rmi പബ്ലിക് ക്ലാസ് ആഡ് സെർവർ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ഓഫ് നോർമലാണ്. ആഡ് സെർവർ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഒരു റെഫറൻസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നെയിമിംഗ് ഡോട്ട് റീബൈൻഡ്, നെയിമിംഗ് ക്ലാസ്സിലെ റീബൈൻഡ് മെത്തേഡിൽ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മളുടെ ഹോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ IP അഡ്രസ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ അതിൻ്റെ ഡൊമൈൻ നെയിം ആയിരിക്കാം. നമ്മുടെ സെർവറിൻ്റെ കറക്റ്റ് നെയിമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതിലെ ആഡ് സെർവർ, ആ ഒരു പേരിൽ നമ്മൾ ആഡ് സെർവർ ഇംപ്ലിമെൻറ്റേഷൻ ഈ ഒരു റെഫറൻസിനെ അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർഫേസിൻ്റെ റെഫറൻസിനെ നമ്മൾ ഈ ഒരു പേരിൽ നമ്മളുടെ നെയിമിംഗ് രജിസ്ട്രിയിൽ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുക. ആ ഒരു ഫംഗ്ഷനാണ് നമുക്കിവിടെ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സെർവർ സൈഡിലുള്ള 3 സോഴ്സ് ഫയൽസ് എന്ന് പറയുന്നത്. ഇനി ഹോസ്റ്റ് എന്ന് പറയുന്നത് IP അഡ്രസ്സ് ആവാം, അതല്ലെങ്കിൽ സെർവർ നെയിം കറക്റ്റ് നെയിം ആയിരിക്കാം. ഡിഫൾട്ട് പോർട്ട് നമ്പർ, RMIയിലെ ഡിഫൾട്ട് പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 1099 ആണ്. ഇനി നമ്മൾ വേറെ ഏതെങ്കിലും പോർട്ട് നമ്പറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതും നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കറക്റ്റ് പോർട്ട് നമ്പർ ഇതിൽ ആഡ് ചെയ്ത് ഈ ഒരു സ്ട്രിങ്ങിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളുടെ 4th സോഴ്സ് ഫയൽ എന്ന് പറയുന്നത് ക്ലയൻറ്റ് സൈഡാണ്. ആഡ് ക്ലയൻറ്റ് ഡോട്ട് ജാവ. ഈ ആഡ് മെത്തേഡ് റിമോട്ടായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് റിമോട്ട് സെർവറിൽ നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആഡ് എന്ന് പറഞ്ഞ മെത്തേഡിനെ കോൾ ചെയ്യാൻ ഉള്ള മെത്തേഡ് കോൾ ഇൻവോക്ക് ചെയ്യുന്ന ഒരു സോഴ്സ് ഫയൽ, അത് നമ്മൾ ക്ലയൻറ്റ് സൈഡിൽ ഹോസ്റ്റ് ചെയ്യാനുള്ളതാണ്. ആഡ് ക്ലയൻറ്റ് ഡോട്ട് ജാവ ഇംപ്ലിമെൻറ്റ്സ് ദ ക്ലയൻറ്റ് സൈഡ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻ. ആഡ് ക്ലയൻറ്റ് ഡോട്ട് ജാവ റിക്വസ്റ്റ് 3 കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ്. ഇതിലേക്കുള്ള ഇൻപുട്ട് എല്ലാം തന്നെ നമ്മൾ കമാൻഡ് ലൈൻ ആയിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. IP address or name of the server machine നമുക്കറിയാം. The 2 numbers that are to be summed. അപ്പോൾ ആഡ് എന്നുള്ള മെത്തേഡിലേക്ക് സപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള 2 നമ്പേഴ്സിന് അതിന് നമ്മൾ കമാൻഡ് ലൈൻ ആയിട്ടാണ് റിസീവ് ചെയ്യുന്നത്, ഈ പ്രോഗ്രാമിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഏത് സിസ്റ്റത്തിലാണ് നമ്മുടെ സെർവർ സൈഡ് പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ സിസ്റ്റത്തിൻ്റെ IP അഡ്രസ്സും നമ്മൾ കമാൻഡ് ലൈൻ ആയിട്ടാണ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നെയിമിംഗ് ക്ലാസ്സിലുള്ള ലുക്കപ്പ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഈ ലുക്കപ്പ് നമുക്ക് രജിസ്ട്രിയിൽ റീബൈൻഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ രജിസ്ട്രിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ ഒരു എൻട്രീസിൻ്റെ ഇടയിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ആ ഒരു ഫംഗ്ഷനാണ് ലുക്കപ്പ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്.
അതിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യേണ്ട 2 ആർഗ്യുമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഡൊമെയിൻ നെയിം അല്ലെങ്കിൽ IP അഡ്രസ്സിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആഡ് സെർവർ എന്നുള്ള നമ്മുടെ റെഫറൻസിൻ്റെ പേര്, അതുപോലെ തന്നെ റിട്ടേൺസ് റെഫറൻസ് ടു ആൻ ഒബ്ജക്റ്റ് ഓഫ് ദ ടൈപ്പ് ആഡ് സെർവർ ഇൻ്റർഫേസ്, അതിൻ്റെ ടൈപ്പ് എന്താണ് അതും നമ്മൾ അതിലേക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതാണ് നമ്മളുടെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ പബ്ലിക് ക്ലാസ് ആഡ് ക്ലയൻറ്റ് എന്നുള്ള പേരിലാണ് നമ്മുടെ ഫയൽ ഇരിക്കുന്നത്. അതിൽ നമ്മുടെ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള RMI എന്നുള്ള പ്രോട്ടോക്കോൾ നമ്മളിവിടെ ഓൾറെഡി സപ്ലൈ ചെയ്ത് അതിനോട് കോൺകാറ്റിനേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ args0 ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടേണ്ടത് നമ്മളുടെ സെർവറിൻ്റെ IP അഡ്രസ്സാണ്. നെക്സ്റ്റ് ആഡ് സെർവർ എന്നുള്ളത് നമ്മുടെ റെഫറൻസിന് നമ്മൾ രജിസ്ട്രിയിൽ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പേര്. ആഡ് സെർവർ ഇൻ്റർഫേസിൻ്റെ ഒരു ഒബ്ജക്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒബ്ജക്റ്റ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു റെഫറൻസിലേക്ക് ആഡ് സെർവർ ഇൻ്റർഫേസ് എന്നുള്ള ടൈപ്പിലേക്ക്, ആ ഇൻ്റർഫേസ് റെഫറൻസിൻ്റെ ടൈപ്പിലേക്ക് കാസ്റ്റ് ചെയ്ത് നെയിമിംഗ് ഡോട്ട് ലുക്കപ്പ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആഡ് സെർവർ URL, ഈ ഒരു URL ആണ് നമ്മൾ അതിലേക്ക് സപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ URL ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ ഈ ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. RMI പ്രോട്ടോക്കോൾ യൂസ് ചെയ്ത് നമ്മുടെ IP അഡ്രസ്സ് വിത്ത് നമ്മുടെ റിമോട്ട് റെഫറൻസ് ഒബ്ജക്റ്റിൻ്റെ നെയിം രജിസ്ട്രിയിൽ എൻറ്റർ ചെയ്തിരിക്കുന്ന സെയിം നെയിം. അപ്പോൾ ഇത്രയും നമ്മൾ ഈ ഒരു മെത്തേഡിന് സപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് റെഫറൻസ് ആണ്, റിമോട്ട് ഒബ്ജക്റ്റ് റെഫറൻസ് ആയിരിക്കും കിട്ടുക. അതിന് നമ്മൾ ആഡ് സെർവർ ഇൻ്റർഫേസ് എന്നുള്ള അതിൻ്റെ ഒരു റെഫറൻസ് ആയിട്ട് കാസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളുടെ args1 നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് നമ്പറാണ്, അതുപോലെ args2 നമുക്ക് കിട്ടുന്നത് സെക്കൻഡ് നമ്പർ ആയിരിക്കും. പക്ഷേ നമുക്കറിയാം കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിന് സ്ട്രിങ് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ അതിനെ നമ്പറിലേക്ക്, ഡബിൾ വാല്യൂയിലേക്ക് കാസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ 2 നമ്പേഴ്സിനെ നമ്മൾ കാസ്റ്റ് ചെയ്ത് D1 D2 എന്ന 2 വേരിയബിൾസിൽ, 2 ഡബിൾ വേരിയബിൾസിൽ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് ഒരു നോർമൽ മെത്തേഡ്, ഒരു ലോക്കൽ JVMലുള്ള ഒരു മെത്തേഡിനെ നമ്മൾ ഒബ്ജക്റ്റ് ഡോട്ട് മെത്തേഡ് കോൾ ചെയ്യുന്ന പോലെ തന്നെ വിത്ത് പാരാമീറ്റേഴ്സ് കോൾ ചെയ്യുന്നത് എങ്ങനെയാണോ അത്രയും സിമ്പിളായിട്ട് തന്നെയാണ് ഇവിടെ കോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആഡ് സെർവർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് നമുക്കിവിടെ ആഡ് സെർവർ ഇൻ്റർഫേസ് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റെഫറൻസ് ഒബ്ജക്റ്റാണ്. നമുക്ക് നെയിമിംഗ് ഡോട്ട് ലുക്കപ്പ് എന്നുള്ള മെത്തേഡ് റിട്ടേൺ ചെയ്ത് തന്നിട്ടുള്ള റെഫറൻസ് ആണ്. ആ ഒരു റെഫറൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആഡ് D1 D2 എന്ന് പറഞ്ഞ പാരാമീറ്റേഴ്സ് സപ്ലൈ ചെയ്ത് ആ ഒരു മെത്തേഡ് കോൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ക്ലയൻറ്റ് സൈഡിലുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മളുടെ സ്റ്റെപ്പ് 2 ജനറേറ്റ് എ സ്റ്റബ് എന്നാണ്. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ സോഴ്സ് കോഡ് ഡെവലപ്പ് ചെയ്യുക, അത് കമ്പൈൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മളുടെ 4 സോഴ്സ് ഫയൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാം തന്നെ ജാവ കമ്പൈലർ യൂസ് ചെയ്തിട്ട് കമ്പൈൽ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ RMI കമ്പൈലർ യൂസ് ചെയ്തിട്ട് സ്റ്റെബ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. ഇപ്പം നമ്മൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന 4 സോഴ്സ് ഫയൽസ് നമ്മൾ കണ്ടതാണ്. അതിൽ നമുക്ക് ആഡ് സെർവർ ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ RMI കമ്പൈലർ യൂസ് ചെയ്ത് കമ്പൈൽ ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ സ്റ്റെബ് കിട്ടുന്നത്. അതിൻ്റെ സ്റ്റെബ് ഫയൽ നമ്മൾ ക്ലയൻറ്റ് സൈഡിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് സെർവറിൻ്റെ ഒരു പ്രോക്സി ആയിട്ട് ഈ ഒരു സ്റ്റെബ് ഫയൽ അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ക്ലയൻറ്റ് ഒരു റിമോട്ട് മെത്തേഡ് റിക്വസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു സ്റ്റെപ്പ് ഫയലിലേക്കാണ്. ആ സ്റ്റെപ്പ് ഫയലിൻ്റെ പാരാമീറ്റേഴ്സ്, ആ സ്റ്റെപ്പ് ഫയൽ ആണ് അതിലേക്ക് വരുന്ന ആ ഒരു മെത്തേഡ് കോളിൻ്റെ പ്രോട്ടോടൈപ്പ്. അതുപോലെ അതിൻ്റെ പാരാമീറ്റേഴ്സിനെ എല്ലാം പ്രോസസ്സ് ചെയ്ത് മാർഷൽ ചെയ്ത് നമ്മുടെ RR ലെയറിലേക്ക് ആ ഒരു റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വരുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ അത് നോർമൽ ഡാറ്റ ടൈപ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ അത് ഒബ്ജക്ട്സോ എല്ലാം ആവാം. അതെന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ പെർസിസ്റ്റൻസ് നഷ്ടപ്പെടാത്ത രീതിയിൽ അതിനെ മാർഷൽ ചെയ്ത് RR ലെയറിലേക്ക് ഫോർവേഡ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഈ ഒരു ജനറേറ്റ് ചെയ്യപ്പെടുന്ന സ്റ്റബിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ സ്റ്റബ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
നമുക്ക് ആവശ്യമായിട്ടുള്ള കമ്പൈലറാണ് RMI കമ്പൈലർ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് RMIC എന്നുള്ള കമാൻഡാണ് നമുക്ക് RMI കമ്പൈലർ ഇൻവോക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് പാരാമീറ്ററായിട്ട് നമ്മളുടെ റിമോട്ട് ആഡ് സെർവർ ഇംപ്ലിമെൻ്റ് എന്ന് പറയുന്ന റിമോട്ട് ഒബ്ജക്റ്റ് റെഫറൻസിൻ്റെ നമുക്ക് ആവശ്യമുള്ള റെഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഇൻ്റർഫേസിൻ്റെ പേര് ഫയൽ നെയിമും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യും. ഇൻ്റർഫേസ് നെയിമും കൂടെ നമ്മൾ ഇതിലേക്ക് സപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്ന ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് വരുന്ന ഒരു ഫയലാണ് ആഡ് സെർവർ ഇംപ്ലിമെൻറ്റ് _stub.class എന്ന് പറയുന്ന ക്ലാസ് ഫയൽ. ഇത് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. ഇനി നമ്മുടെ തേർഡ് സ്റ്റെപ്പ് ഇൻസ്റ്റാൾ ഫയൽസ് ഓൺ ദ ക്ലയൻറ്റ് ആൻഡ് ദ സെർവർ. ഇപ്പോൾ നമുക്ക് 4 സോഴ്സ് ഫയൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതും അതുപോലൊരു സ്റ്റബ് ഫയലും ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 5 സോഴ്സ് ഫയൽസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിൽ കോപ്പി ദ ഫോളോയിങ് ഫയൽസ് ടു ദ ഡയറക്ടറി ഓൺ ദ ക്ലയൻറ്റ് മെഷീൻ. ക്ലയൻറ്റ് മെഷീൻ്റെ ഡയറക്ടറിയിൽ ആഡ് client.class, ആഡ് സെർവർ interface.class, ആഡ് സെർവർ ഇംപ്ലിമെൻറ്റ് stub.class. ഇത്രയും ഫയൽസ് നമ്മൾ ക്ലയൻറ്റിൻ്റെ സിസ്റ്റത്തിലും അതുപോലെ ഈ 4 സോഴ്സ് ഫയൽസ് നമ്മൾ സെർവർ സിസ്റ്റത്തിലും കോപ്പി ചെയ്യുക എന്നുള്ളതാണ് ഈ ഇൻസ്റ്റാൾ ഫയൽ ഓൺ ദ ക്ലയൻറ്റ് ആൻഡ് സെർവർ മെഷീൻസ് കൊണ്ട് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത് RMI രജിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. RMI രജിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്കുള്ള സ്റ്റാർട്ട് RMI രജിസ്ട്രി ഈ ഒരു കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് സെർവർ സ്റ്റാർട്ട് ചെയ്യുക. സെർവർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ജാവ അതുപോലെ നമ്മളെ സെർവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന മെയിൻ ക്ലാസ് അടങ്ങിയിട്ടുള്ള ഫയൽ. അപ്പോൾ ജാവ ആഡ് സെർവർ ഈ എല്ലാ ഫയൽസും തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ എല്ലാ സോഴ്സ് ഫയലും ഡെവലപ്പ് ചെയ്ത് കമ്പൈൽ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ .class ഫയലാണ് നമ്മൾ റൺ ചെയ്യുന്നത്. ജാവ ആഡ് സെർവർ നോർമൽ ജാവ കമാൻഡ് യൂസ് ചെയ്തിട്ട് ആ ഒരു ജാവ ഫയലിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റാർട്ട് ദ ക്ലയൻ്റ് ആണ്. ക്ലയൻറ്റ് ആഡ് ക്ലയൻറ്റ് എന്നുള്ളതാണ് നമ്മളുടെ ക്ലയൻറ്റിലെ മെയിൻ മെത്തേഡ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്ലാസ് എന്ന് പറയുന്നത് ആഡ് ക്ലയൻ്റ് ആണ്. ആഡ് client.class ഫയലാണ് നമ്മളിവിടെ ജാവ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ജാവ കമാൻഡ് യൂസ് ചെയ്തിട്ട് റൺ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് ആണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ സെർവർ നെയിമാണ് ഫസ്റ്റ്. ഇവിടെ സെർവർ നെയിം സെർവർ 1 അതല്ലെങ്കിൽ അതിൻ്റെ IP അഡ്രസ്സ് പിന്നെ 8-9 എന്ന് പറയുന്ന 2 ഡബിൾ നമ്പേഴ്സാണ് നമ്മളിവിടെ 8-9 ആണ് സപ്ലൈ ചെയ്തിട്ടുള്ളത്. ആഡ് ചെയ്ത സമ്മ് റിട്ടേൺ ചെയ്യാനായിട്ട് 8ഉം 9ഉം സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ ഈസ് 8, സെക്കൻഡ് നമ്പർ ഈസ് 9 ആൻഡ് സം ഈസ് 17.0. ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു RMI സർവീസ് നമുക്ക് ഒരു ജസ്റ്റ് ഫോർ എൻ എക്സാമ്പിൾ നോക്കാനായിട്ടുള്ള ഫയൽസ്, അതിന് നീഡഡ് ആയിട്ടുള്ള ഫയൽസും അതിൻ്റെ സ്റ്റെപ്സും അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് RMI രജിസ്ട്രി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സസിൽ കണ്ടിന്യൂ ചെയ്യാം.